നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ Q3 റിസൾട്ട് ഫലങ്ങൾ ഓൾമോസ്റ്റ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയുണ്ട് കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട്, പക്ഷേ ബഹുഭൂരിപക്ഷം കമ്പനീസിൻ്റെ വന്നു കഴിഞ്ഞു. ഹീറോ മോട്ടോകോർപ്പ് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ വന്നു. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസം പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം ഇന്നലെയായിരുന്നു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. 3 ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം എഫ് ഐ എസും അതുപോലെ തന്നെ ഇന്നലെ 2150 കോടി രൂപയുടെ സെല്ല് നടത്തി. അതിന് മുമ്പുള്ള ദിവസം 29 കോടി രൂപയ്ക്ക് ബൈ, അതിന് മുമ്പുള്ള ദിവസം 5236 കോടി രൂപയ്ക്ക് ബൈ. ഓൾ ടുഗദർ ഈ ഒരു മാസം എഫ് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് 694 കോടി രൂപയുടെ നെറ്റ് ബൈ ആണ് ഉള്ളത് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. കാരണം അവർ മന്ത്ലി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് സീവിയർ സെല്ലിംഗ് ആണ് ഉണ്ടായിരുന്നത്. മന്ത്ലി അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജാനുവരി 41,000 കോടി രൂപ, ഡിസംബർ 34,000, നവംബർ 17,000, അങ്ങനെ പോകുന്നു എഫ് ഐ എസിൻ്റെ സെല്ലിങ്. ഇനി നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഗ്ലോബൽ മാർക്കറ്റിൽ സീവിയർ സെല്ലിംഗ് പ്രഷറാണ് എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും കാണുന്നത്. അതിപ്പോൾ ഗോൾഡ്, സിൽവർ, ബിറ്റ് കോയിൻ, ബ്രന്റ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ എല്ലാ അസറ്റ് ക്ലാസ്സുകളിലും അതാണ് അവസ്ഥ. ഈവൻ മാർക്കറ്റും അതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യം അതാണ്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് ടോപ്പിൽ ഗോൾഡ് $31 ഇടിഞ്ഞ് 4,700, സിൽവർ $6 ഇടിഞ്ഞ് 70, ബിറ്റ് കോയിൻ $8,000 ഇടിഞ്ഞ് 64, ബ്രന്റ് ഓയിലും ഇടിഞ്ഞ് 67, നാച്ചുറൽ ഗ്യാസ് 3.4, ഗിഫ്റ്റ് നിഫ്റ്റി 25,595, നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,717. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണല്ലോ. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 145 പോയിന്റ് മൈനസ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവ്. ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ ഡാക്സ്, CSE 40, FTSE 3 യൂറോപ്യൻ മാർക്കറ്റ് ഇടിവ്. ഡോ 600 പോയിൻ്റ് ഇടിവ്, നാസ്ഡാക്ക് 300 പോയിൻ്റ് ഇടിവ്, US വിക്സ് സ്പൈക്ക് ചെയ്തു 12%. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. കൂടാതെ US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അസഞ്ചർ വീണ്ടും ഇടിഞ്ഞു 3%, NVIDIA ഇടിഞ്ഞു, ആമസോൺ ഇടിഞ്ഞു, ആപ്പിൾ, ഗൂഗിൾ ഇടിഞ്ഞു, മൈക്രോസോഫ്റ്റ് 5% ഇടിഞ്ഞു, ടെസ്ലയും ഇൻ്റലും ഇടിഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നാസ്ഡാക്ക് കഴിഞ്ഞ ഒരു 3 ദിവസം കൊണ്ട് 900 പോയിൻ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയൊരു അവസ്ഥയിലാണുള്ളത്. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ന്യൂസുകളെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഓൾറെഡി എല്ലാ മാർക്കറ്റും ഇടിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അങ്ങനെ നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഹീറോ മോട്ടോകോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 1,348 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. ഡിവിഡൻഡ് ഗംഭീര ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു, 110 രൂപ ഡിവിഡൻഡ്. നെയ്ക്ക നെറ്റ് പ്രോഫിറ്റ് 26 നിന്ന് 66 ഉയർന്നു. ഹിറ്റാച്ചി എനർജി നെറ്റ് പ്രോഫിറ്റ് 90% ഉയർന്നിട്ടുണ്ട്, 137 നിന്ന് 264. LIC നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ഈ തവണ അവർ 12,960 കോടി രൂപ കരസ്ഥമാക്കി. KNR കൺസ്ട്രക്ഷൻ 250 നിന്ന് 103 പ്രോഫിറ്റ് ഇടിഞ്ഞു. ഗുഡിയർ ഇന്ത്യ കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. VA ടെക് വെബാഗ് കമ്പനി, നമുക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക. എല്ലാ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇന്ന് വൈകിട്ട് ലൈവ് ഉണ്ടെന്ന് പറയും. കാരണം വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ നൽകും കേട്ടോ, ഇന്ന് വൈകിട്ട് 7 മണിക്ക്. ഓക്കെ. VA ടെക് വെബാഗ് കമ്പനി 7 കോടി രൂപയിൽ നിന്ന് 91 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കൊൽറ്റ പാറ്റൽ ഡെവലപ്പേഴ്സ് കമ്പനി 2.5 കോടി രൂപയിൽ നിന്ന് 4 കൊൽട്ട പാറ്റൽ ഡെവലപ്പേഴ്സ് കമ്പനി അവർ 2.5 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 4 ലക്ഷം പ്രോഫിറ്റ് ഇടിഞ്ഞു. ശ്രീ രേണുക ഷുഗർ കമ്പനി കൊൽട്ട പാറ്റൽ ഡെവലപ്പേഴ്സ് 25 കോടി രൂപയിൽ നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ശ്രീ രേണുക ഷുഗർ 204 കോടി രൂപയിൽ നിന്ന് 38 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. സായ് ലൈഫ് 53 കോടി രൂപയിൽ നിന്ന് 100 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നമുക്ക് വൈകിട്ട് ലൈവ് ഉണ്ട്, Q&A.
അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.